ആർക്കും വിളിച്ചുകൂടി വട്ടുമൂത്താൽ ആർക്കും പറയാം. അപ്പൊ ഞാൻ വിളിക്കട്ടെ 112. എന്റെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ മന്ത്രി ഇപ്പോ മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു 112 വിളിക്കുന്നത് വട്ടായവരാണെന്ന്. ഇന്നലെയാണ് മന്ത്രി KB ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുമായി പരസ്യമായി രംഗത്തെത്തിയത്. ഇത് രാഷ്ട്രീയ വിഷയമായി വളരുകയും ചെയ്തു. പ്രതിപക്ഷം സർക്കാരിനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും രാഷ്ട്രീയ ആയുധമായി KB ഗണേഷ് കുമാറിന്റെ കുടുംബകാര്യം ഉന്നയിച്ചു. ഇതോടെ ഇടതുമുന്നണിയും സർക്കാരും പ്രതിസന്ധിയിലായി. തുടർന്ന് ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് നാടകീയമായി KB ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നം ഒത്തുതീർപ്പായത്. ഇക്കാര്യം ഭാര്യ ബിന്ദു മേനോനാണ് പരസ്യമായി മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. KB ഗണേഷ് കുമാർ ഇന്നലെ രാത്രിയിൽ തന്റെ സഹോദരിയുമായി സംസാരിച്ചെന്നും വികാര വിക്ഷോഭത്തോടെ സംസാരിച്ചെന്നും അതിൽ തനിക്ക് മാനസികമായ അലിവുണ്ടായെന്നുമാണ് ബിന്ദു മേനോൻ പറയുന്നത്. മാത്രമല്ല ഇന്ന് രാവിലെ ബിന്ദു മേനോനെ KB ഗണേഷ് കുമാർ വിളിച്ച് മാപ്പപേക്ഷിച്ചതായും അവർ പറയുന്നു. ഇതോടുകൂടി ഭർത്താവുമായി തനിക്കുണ്ടായിരുന്ന പ്രശ്നം അവസാനിച്ചെന്നും ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുതെന്നുമാണ് ബിന്ദു മേനോന്റെ പുതിയ നിലപാട്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് നൽകാനോ മന്ത്രിസഭയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാനോ താൻ ഇനി ഇല്ല എന്നും ബിന്ദു മേനോൻ പറയുന്നു. ഏതായാലും മന്ത്രിസഭ തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് KB ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നം ഒത്തുതീർപ്പായത്. രാവിലെ KB ഗണേഷ് കുമാർ വാളകത്തെ വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെട്ട ശേഷം തിരുവനന്തപുരത്ത് എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഭാര്യ ബിന്ദു മേനോന്റെ പരസ്യമായ പ്രതികരണം രംഗത്ത് വന്നത്. ഏതായാലും ഇന്നലെ KB ഗണേഷ് കുമാറിന്റെ വിഷയം രാഷ്ട്രീയ വിഷയമായതോടുകൂടി സർക്കാരും ഇടതുമുന്നണിയും CPM-ഉം ഇതിനെ ഗൗരവത്തോടെയാണ് കണ്ടത്. നിയമപരമായ പ്രശ്നങ്ങൾക്കപ്പുറം KB ഗണേഷ് കുമാറും ഭാര്യയും തമ്മിലുള്ള കലഹം ധാർമ്മിക വിഷയമായിട്ടാണ് സർക്കാരിന്റെ മുന്നിൽ വളർന്നു പന്തലിച്ചത്. ഇതോടുകൂടി മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു. ഇന്ന് ക്യാബിനറ്റിന് ശേഷം KB ഗണേഷ് കുമാർ തന്നെ കാണണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. AKG സെന്ററിൽ വെച്ചാണ് കൂടിക്കാഴ്ചയെന്നും വിവരങ്ങൾ പുറത്തു വന്നു. ഇതോടെ KB ഗണേഷ് കുമാർ മന്ത്രിസഭയ്ക്ക് പുറത്തേക്ക് പോകുന്നെന്ന അഭ്യൂഹവും ഉണ്ടായി. ഈ അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായെന്ന് ഭാര്യ ബിന്ദു മേനോൻ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും KB ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നം സർക്കാരിനുണ്ടാക്കിയ അപകീർത്തി ചില്ലറയല്ല. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇടതുമുന്നണിക്കും അത് വലിയ നാണക്കേടായി മാറി. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മുന്നണിക്കാണ് മന്ത്രിയുടെ വീട്ടിൽ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ല എന്ന ആരോപണം നേരിടേണ്ടി വരുന്നത്.